നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ പുറത്തിറക്കിയിരുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഒരുവിധം സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യങ്ങളാണ് എല്ലാം തന്നെ. അതുകൊണ്ട് വിട്ട് കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, ഗാന്ധിജി അട്രാക്റ്റഡ് ദ മാസ് ഓൾസോ ബൈ ഹിസ് സോഷ്യോ എക്കണോമിക് പ്രോഗ്രാംസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ഗാന്ധിജി അട്രാക്റ്റഡ് ദ മാസ് ഓൾസോ ബൈ ഹിസ് സോഷ്യോ എക്കണോമിക് പ്രോഗ്രാം. ഗാന്ധിജി ജനങ്ങളെ സോഷ്യോ എക്കണോമിക് പ്രോഗ്രാമിലൂടെയും അട്രാക്ട് ചെയ്തിരുന്നു. അപ്പോൾ താഴെ കുറച്ച് നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഏതൊക്കെ പ്രോഗ്രാംസ് എന്നുള്ളത്. പ്രോഗ്രാം ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി, 2 പ്രോഗ്രാം ഓഫ് വില്ലേജ് റീകൺസ്ട്രക്ഷൻ, പ്രോഗ്രാം ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇതിനകത്ത് ഏതൊക്കെയാണ് ഗാന്ധിജി മാസസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോയിരുന്ന സോഷ്യോ എക്കണോമിക് പ്രോഗ്രാംസ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം ആണ്. ഏതൊക്കെയാണ്? പ്രോഗ്രാം ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റിയും പ്രോഗ്രാം ഓഫ് വില്ലേജ് റീകൺസ്ട്രക്ഷൻ. ഈ 2 പ്രോഗ്രാംസും ആര് നടത്തിക്കൊണ്ടിരുന്നത്? 2 നമുക്ക് അറിയാം. ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ പ്രോഗ്രാംസ് ഗാന്ധിജി സപ്പോർട്ട് ചെയ്തിരുന്ന ഒന്നാണ്. വില്ലേജ് റീകൺസ്ട്രക്ട് ചെയ്യാനുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ ഗാന്ധിജിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ ഓപ്ഷൻ 1 and 2. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി ഫോളോയിങ് ഇവന്റ്സ്? എന്തൊക്കെയാ? സിംല കോൺഫറൻസ്, ഫോർമേഷൻ ഓഫ് ആസാദ് ഹിന്ദ് ഫൗജ്, അതുപോലെ ഗാന്ധിജി ജിന്ന ടോക്ക്, ഗാന്ധിജി ജിന്നയുടെ സംസാരം. അപ്പൊ ഏതൊക്കെയാണ് ഇതിന്റെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ? നമുക്ക് ആദ്യം ഇതിന്റെ വർഷം ഒന്ന് അറിയണം അല്ലെ. വർഷം നോക്കുന്ന സമയത്ത് എന്താണ്? സിംല കോൺഫറൻസ് നമുക്കറിയാം 1945 സിംല കോൺഫറൻസ് 1945. ഈ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? INA. അത് പിന്നീട് INA ആയതാണ്. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്നത് 43 കേട്ടോ. 1943 ഇത് 43. പിന്നീട് ഇത് തുടങ്ങി വെച്ചത് നമുക്കറിയാം മോഹൻ സിംഗ് ആണ് സിംഗപ്പൂരിൽ. പിന്നീട് ഇത് സുഭാഷ് ചന്ദ്രബോസ് റിവൈവ് ചെയ്ത് കൊണ്ടുപോയി. നമുക്കറിയാവുന്നതാണ്. 1942 തുടങ്ങി 43 ആയപ്പോഴത്തേക്കും INA ആയിട്ട് ലിങ്കായി. അതാണ് നമുക്ക് വർഷം 43 എന്ന് ഞാൻ എഴുതിയത്. ദെൻ ഗാന്ധിജി ജിന്ന ടോക്ക് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട ഗാന്ധിജി ജിന്ന ടോക്ക് നടക്കുന്നത് 1944 അപ്പൊ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ആദ്യം 43, 44, 45. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സംശയമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈസ് നോട്ട് ട്രൂ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് തെറ്റായത്? The objective resolution adopted by the Constituent Assembly was later incorporated into the preamble of the Constitution, both in its spirit and as far as possible the language of the resolution. 2, the members of the Constituent Assembly were directly elected by the people. The Constitution of the Constituent Assembly was an integral part of the Cabinet Mission Plan. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാവർക്കും അറിയായിരിക്കും. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതായി അല്ലേ? ഡയറക്ട്ലി ഇലക്ടഡ് ആയിരുന്നോ? നമ്മൾ പല ക്ലാസ്സിൽ പറഞ്ഞു ഡയറക്ട്ലി ഇലക്ടഡ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ലായിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പല രീതിയിലായിരുന്നു ഇലക്ഷൻ അല്ലെ. നോമിനേഷൻ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്നും ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതും അതുപോലെ പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നൊക്കെ നോമിനേറ്റ് ചെയ്തെടുക്കുമായിരുന്നു. സോ മെമ്പേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡയറക്ട്ലി ഇലക്ടഡ് ബൈ ദി പീപ്പിൾ ആയിരുന്നോ? അല്ല. അപ്പൊ അത് തെറ്റാണ്. ഓപ്ഷൻ ഡി മാത്രമാണ് കേട്ടോ. ഓപ്ഷൻ ഡി 2 ഒള്ളിയാണ്. മറ്റു 2 എണ്ണവും ശരിയാണ്. ഏതൊക്കെയാ? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ലേറ്റർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ പ്രിയാമ്പിൾ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രിയാമ്പിൾ ആയിട്ട് മാറി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആരാ കൊണ്ടുവന്നത്? ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത്. ആ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് പ്രിയാമ്പിൾ ആയിട്ട് മാറി. Then Constituent Assembly എന്ന് പറയുന്നത് Constitution of the Constituent Assembly was an integral part of the Cabinet Mission Plan. ആണല്ലോ. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ അംഗീകരിക്കുന്നതും നിർമ്മിക്കുന്നതും എല്ലാം. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ദ ഫംഗ്ഷൻ ഓഫ് ദി ബാങ്കിങ് ഓംബുഡ്സ്മാൻ? ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഒന്ന് നോക്കാം. ദ ഓംബുഡ്സ്മാൻ ഈസ് എ സീനിയർ ഒഫീഷ്യൽ ഹു അഡ്രസ്സസ് ഗ്രീവൻസസ് ആൻഡ് കംപ്ലൈന്റ്സ് ഫ്രം ദി കസ്റ്റമേഴ്സ് പെർട്ടൈനിങ് ടു ഡെഫിഷ്യൻസീസ് ഇൻ ബാങ്കിങ് സർവീസസ്.
രണ്ട്, ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ഇസ് എ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി created to resolve customer complaint against a bank relating to certain services provided by them. 3. It is an autonomous body of the government of India tasked to improve the governance of public sector bank. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്. ഒന്നും രണ്ടും ശരിയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഓംബുഡ്സ്മാന്റെ പ്രത്യേകത? ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സീനിയർ ഒഫീഷ്യൽ ആണ് അല്ലെ? നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഓംബുഡ്സ്മാൻ. സീനിയർ ഒഫീഷ്യൽ ആണ്. ഹു അഡ്രസ് ഗ്രീവൻസസ് ആൻഡ് കംപ്ലൈന്റ് ഫ്രം കസ്റ്റമേഴ്സ്. എന്തിനു വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ വരുന്നതാണ്? കസ്റ്റമേഴ്സിന്റെ പരാതി, അവരുടെ എന്താണ് പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടും അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഡെഫിഷ്യൻസി, ബാങ്കിങ് സർവീസിന്റെ ഡെഫിഷ്യൻസി ചൂണ്ടിക്കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരാളാണ്, ഒരു സീനിയർ ഓഫീസറാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ദെൻ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ്. ക്വാസി ജുഡീഷ്യൽ ബോഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണെന്ന്. കോർട്ടാണ്, പക്ഷെ കോർട്ടിന്റെ എല്ലാ ഇതും കിട്ടുന്നില്ല. അതാണ് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി. ക്രിയേറ്റഡ് ടു റിസോൾവ് കസ്റ്റമർ കംപ്ലൈന്റ് അഗൈൻസ്റ്റ് ബാങ്ക് റിട്ടേണിംഗ് ടു സർട്ടൻ സർവീസസ് പ്രൊവൈഡ് ബൈ ദം. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഈ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ് നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ രണ്ടാമത്തെ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പക്ഷെ ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ആണോ അല്ലയോ നമ്മൾ തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ ആൻസർ ഇരിക്കുന്നത്. സോ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി 1ഉം 2ഉം ശരിയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. നോക്കാം. അവാനി ലഖേര ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ 2 പാരാലിമ്പിക് മെഡൽ. ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആണ് 2 പാരാലിമ്പിക് മെഡൽ കിട്ടിയ അവാനി ലഖേര. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. 2, ഡോക്ടർ ധൃതി ബാനർജി ബിക്കം ദി ഫസ്റ്റ് വുമൺ ടു ബി അപ്പോയിന്റഡ് ആസ് ദി ഡയറക്ടർ ഓഫ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 3, മർസിയ ബാബ ഖെയിൽ വാസ് ദി ഫോമർ ജഡ്ജ് ഓഫ് പാകിസ്ഥാൻ ഹു ഒപ്പോസസ് ദ വ്യൂ ഓഫ് താലിബാൻ. ഈ 3 സ്റ്റേറ്റ്മെന്റിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 2ഉം ശരിയാണ്. എന്താണ് അപ്പം? അവാനി ലഖേരയാണ് ഇന്ത്യൻ വുമണിലെ ആദ്യത്തെ വുമൺ ടു വിൻ 2 പാരാലിമ്പിക് മെഡല്. 2, ഡോക്ടർ ധൃതി ബാനർജി ആണ് ഫസ്റ്റ് വുമൺ ടു ബി അപ്പോയിന്റഡ് ആസ് ദി ഡയറക്ടർ ഓഫ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. ബുള്ളറ്റിൻ ആയതുകൊണ്ടും സ്ഥിരമായിട്ട് PSC ഇതിൽ നിന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ടും ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇനി മുന്നോട്ട് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. കൺസിഡർ ദി ഫോളോയിങ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. 1, ഇന്ത്യ ആൻഡ് ഡെൻമാർക്ക് സൈൻഡ് എ പാക്ട് ഓൺ 5-year ആക്ഷൻ പ്ലാൻ ഫോർ ഗ്രീൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. 2, the bilateral summit confirmed the strengthening of political, economic and commercial relation between the two countries. The pact was signed at Denmark on 2020. അപ്പൊ ഇന്ത്യയും ഡെൻമാർക്കും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തൊക്കെയാ? ഇന്ത്യ ആൻഡ് ഡെൻമാർക്ക് സൈൻഡ് എ പാക്ട് ഓൺ 5-year ആക്ഷൻ പ്ലാൻ ഫോർ ഗ്രീൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. ഇന്ത്യയും ഡെൻമാർക്കും തമ്മിൽ ഒരു 5 വർഷത്തെ ഒരു ആക്ഷൻ പ്ലാൻ എന്തിനു വേണ്ടിയിട്ട്? ഗ്രീൻ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ പാക്ട് സൈൻ ചെയ്തത് 2020 ഡെൻമാർക്കിൽ വെച്ചിട്ടാണ്. അതുപോലെ ഈ ബൈലാറ്ററൽ സബ്മിറ്റ് കൺഫേം ദ സ്ട്രെങ്തനിങ് ഓഫ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൊമേഴ്ഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ ദ 2 കൺട്രീസ്. ഈ ബൈലാറ്ററൽ സബ്മിറ്റ് എന്ന് പറയുന്നത് എന്ത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, കൊമേഴ്ഷ്യൽ റിലേഷൻഷിപ്പ് നമ്മുടെ ഡെൻമാർക്കും ഇന്ത്യയും തമ്മിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള 3 സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ഇതിനകത്ത് ശരി. ഏതൊക്കെയാണ്? പാക്ട് സൈൻ ചെയ്തത് തെറ്റ്. ഈ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. Which of the following statement is or are correct about the ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ? ചോദ്യം വരാവുന്ന ഒരു മേഖലയാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ, ABDM or നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? അപ്പൊ ഈ ഒരു ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ അല്ലെങ്കിൽ നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. 1, ഹെൽത്ത് കെയർ ഫെസിലിറ്റി രജിസ്ട്രി വിൽ ബി എ റെപ്പോസിറ്ററി ഓഫ് ഓൾ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഓഫ് മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻസ് ഓൺലി. Under the mission, every citizen will be allotted health ID that will be used as his or her health account. Personal health record of the citizens will be linked to their respective health ID. അപ്പൊ ഇത് പലർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ്. കാരണം ഇത് രണ്ടും നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇത് തെറ്റാണ് കേട്ടോ. ഹെൽത്ത് കെയർ ഫെസിലിറ്റി രജിസ്ട്രി വിൽ ബി ദ റെപ്പോസിറ്ററി ഓഫ് ഓൾ പബ്ലിക് പ്രൈവറ്റ് ഹെൽത്ത് അതില്ല. പക്ഷെ ഈ 2 എണ്ണം നമുക്ക് എന്തുണ്ട്? ഒരു ഹെൽത്ത് ID ഉണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് IDയിലേക്ക് ലിങ്ക് ചെയ്യപ്പെടും. ഈ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് ഓഫ് ദി ഫോളോയിങ് പേയേഴ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് നോബൽ പ്രൈസ് 2021? 2021 നോബൽ പ്രൈസിനെ പറ്റിയിട്ട്
കുറച്ച് പേര് താഴെ തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ്? ഒന്ന് പീസ് ആണ് തന്നിരിക്കുന്നത്. സമാധാനം MS മരിയ രസ ആൻഡ് ഡിമിട്രി മുറാട്ടോ. ഫിസിക്സിലെ ബെഞ്ചമിൻ ലിസ്റ്റ് ആൻഡ് ഡേവിഡ് WC മാക്മിലൻ. മെഡിസിനിൽ ഡേവിഡ് ജൂലിയസ് ആൻഡ് ആൻഡ്രേ പാറ്റ പൗട്ടിയാൻ. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. ഇത് തെറ്റാണ് കേട്ടോ. ഇതാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത 9, വിച്ച് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി ഫോളോയിങ്. ഇതിനകത്ത് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കുക. 5th കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ് ഹെൽഡ് ഇൻ വടകര 1931. അവിടെ വർഷം തന്നിട്ടുണ്ട്. 1931 5ാം കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ് വടകരയിൽ വെച്ച് നടന്നത്. ദെൻ സാൾട്ട് സത്യാഗ്രഹയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ കയ്യൂർ സമരം. ഈ 3 എണ്ണത്തിനകത്ത് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ്. ആദ്യം 2 സാൾട്ട് സത്യാഗ്രഹ, ദെൻ 1931 5ാം കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ്, ഏറ്റവും അവസാനം കയ്യൂർ സമരം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. ദ ബുക്സ് ആൻഡ് ദെയർ ഓതേഴ്സ് ആർ ഗിവൺ ബിലോ. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഈ തന്നിരിക്കുന്നതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഇത് ഓരോരുത്തരെ ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഈ ബാലകൃഷ്ണന്റെ ആണോ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിസ്റ്റ്? അതാണ് ചോദ്യം. ഓപ്ഷൻ എ ശരിയാണ് കേട്ടോ. ഇത് ശരിയാണ്. ഈ ബാലകൃഷ്ണൻ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിസ്റ്റ്. അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ നോ എലിഫന്റ് ഫോർ മഹാരാജ. ഇത് തെറ്റാണ്. അടുത്തത് KK കുസുമാൻ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ഇൻ കേരള. ഇത് ശരിയാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ. ഇതും ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. The ministers of the first EMS cabinet and their department are given below. EMS നമ്പൂതിരിപ്പാടിന്റെ ആദ്യത്തെ മിനിസ്ട്രിയില് നമ്മൾ കുറച്ച് പേരുടെ പേരും അവരുടെ ഡിപ്പാർട്ട്മെന്റും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കറക്റ്റ്? സി അച്യുതമേനോൻ ഫിനാൻസ്, ഡോക്ടർ AR മേനോൻ ഹെൽത്ത്, CH മുഹമ്മദ് കോയ എഡ്യൂക്കേഷൻ. എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ്. സി അച്യുതമേനോൻ എന്തായിരുന്നു? ഫിനാൻസ് ആയിരുന്നു. അതുപോലെ AR മേനോൻ ഹെൽത്ത്, CH മുഹമ്മദ് കോയ ആയിരുന്നില്ല എഡ്യൂക്കേഷൻ. എല്ലാവർക്കും അറിയാം. അത് ഓപ്ഷൻ സി ആണ്. അടുത്ത 12. സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ ഫോർ ദി സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ലിസ്റ്റഡ് ബിലോ ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ ഇൻ വിച്ച് ദേ വെയർ ഫൗണ്ട്. താഴെ കുറച്ച് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ആദ്യം പിന്നത്തത് സാധുജന പരിപാലന സംഘം, യോഗക്ഷേമ സഭ, ഇസ്ലാം ധർമ്മ പരിപാലൻ സംഘം. എല്ലാവർക്കും അറിയാം. നമുക്ക് വർഷവും കൂടെ ഒന്ന് നോക്കാം. സാധുജന പരിപാലന സംഘം ഏതാ വർഷം? 1907 ആണ് അല്ലെ? 1907 ആണ്. അതുപോലെ യോഗക്ഷേമ സഭയോ 1908 ആണെന്നറിയാം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘമോ 1918 ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ക്രോണോളജിക്കൽ ഓർഡർ വരുന്നത്? ഇനി എളുപ്പമല്ലേ പറയാൻ? എങ്ങനെയാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? അതായത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, അതിനുശേഷം സാധുജന പരിപാലന സംഘം, യോഗക്ഷേമ സഭ. ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918, അതിനുശേഷം എന്താണ് സാധുജന പരിപാലന സംഘം 1908, ഏറ്റവും അവസാനം യോഗക്ഷേമ സഭ 1907. ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അങ്ങ് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ കുറച്ചേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ ഉൾപ്പെടുത്തിയിട്ട് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.